അമേരിക്കയുമായുള്ള ഇടക്കാല വെടിനിർത്തൽ കരാറിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുന്നതായി ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അമേരിക്ക വീണ്ടും നാവിക ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇറാന്റെ ഈ അടിയന്തര നടപടി. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനവും ഇറാന്റെ സുപ്രധാന എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളിയും പശ്ചിമേഷ്യയെ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം അമേരിക്കയുമായി ഉണ്ടാക്കിയ ധാരണാപത്രത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുന്നതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അമേരിക്ക തുടർച്ചയായി കരാർ ലംഘിച്ചെന്നും ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്തിയതിലൂടെ സമാധാന ശ്രമങ്ങൾ പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. കരാർ പാലിക്കാൻ ഇനി തങ്ങൾ ബാധ്യസ്ഥരല്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഏത് വില കൊടുത്തും ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ പൂർണ്ണ പരമാധികാരം ഉറപ്പിക്കുമെന്ന് ഇറാന്റെ ഉപവിദേശകാര്യമന്ത്രി കാസെം ഗരിബാബാദി പ്രഖ്യാപിച്ചു. യുദ്ധ സാഹചര്യത്തിൽ ദേശീയ സുരക്ഷ മുൻനിർത്തി ഒമാന്റെ നിയന്ത്രണത്തിലുള്ള ഭാഗം ഉൾപ്പെടെ കടലിടുക്ക് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലാക്കിയിരിക്കുമെന്നും അമേരിക്കയുമായി ഇനി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇറാന് അതിശക്തമായ മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാന്റെ സുപ്രധാന എണ്ണ സംഭരണ കേന്ദ്രമായ കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നും വൈദ്യുത ജലശുദ്ധീകരണ പ്ലാന്റുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി. ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി തുടർച്ചയായ രണ്ടാം ദിവസവും ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചൊവ്വാഴ്ച കാർഗ് ദ്വീപിൽ ആക്രമണം നടത്തിയെങ്കിലും എണ്ണ കമ്പനികളെ ലക്ഷ്യം വെച്ചിട്ടില്ലെന്ന് പറഞ്ഞ ട്രംപ് ആവശ്യമെങ്കിൽ ദ്വീപിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും ഇതിൽ ഇറാന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും വെല്ലുവിളിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ബുധനാഴ്ച രാവിലെയോടെയാണ് അമേരിക്ക വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയത്. മുൻപ് ഏപ്രിലിൽ ഏർപ്പെടുത്തിയ ഉപരോധം സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ജൂൺ പകുതിയോടെ പിൻവലിച്ചിരുന്നു. ഉപരോധം പുനരാരംഭിക്കുമ്പോൾ കപ്പലുകളിൽ നിന്ന് 20% ഫീസ് ഈടാക്കാൻ ട്രംപ് തീരുമാനിച്ചിരുന്നെങ്കിലും ഗൾഫ് സഖ്യരാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഈ തീരുമാനം ഉപേക്ഷിച്ചു. ഉപരോധം പുനരാരംഭിച്ചതിന് മണിക്കൂറുകൾക്കകം കടലിടുക്കിൽ ഇരുവിഭാഗവും തമ്മിൽ കനത്ത വെടിവെപ്പ് നടന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ അയൽ രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഡസൻ കണക്കിന് മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചതായി US സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ സ്ഥിരീകരിച്ചു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ ബഹ്റൈനിലും കുവൈറ്റിലും മിസൈൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. അമേരിക്കൻ സേനയും ശക്തമായ പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. നിരപരാധികളുടെ ജീവൻ അപകടപ്പെടുത്തുന്ന ഇറാന്റെ നീതീകരിക്കാനാവാത്ത ആക്രമണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുമെന്നും അഡ്മിറൽ കൂപ്പർ വ്യക്തമാക്കി. ഇറാനെതിരെ വലിയ സൈനിക വിന്യാസമാണ് അമേരിക്ക നടത്തിയിട്ടുള്ളത്. 2 വിമാന വാഹിനി കപ്പലുകളും 1000-ലധികം നാവികരുമുള്ള ഒരു ആംഫിബിയൻസ് ആക്രമണ കപ്പലും ഉൾപ്പെടെ കുറഞ്ഞത് 19 US യുദ്ധക്കപ്പലുകൾ അറബിക്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. കൂടാതെ 100 കണക്കിന് സൈനിക വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഉടനീളം വിന്യസിച്ചിട്ടുണ്ടെന്നും സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചതു മുതൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങൾ ആഗോള വിപണിയിൽ എണ്ണയുടെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും വില കുത്തനെ ഉയരാൻ കാരണമായിട്ടുണ്ട്. 10,000-കണക്കിന് കരസേനാംഗങ്ങളെയോ വലിയ നാവിക വ്യൂഹത്തെയോ ഇറക്കാതെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.